ഉറങ്ങുമ്പോൾ എത്ര സുന്ദരിയാണെന്നറിയോ? എന്താണെന്നറിയില്ല മുത്തേ, നീ എൻ്റെ എതിരെ നിൽക്കുമ്പോൾ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും സംസാരിക്കാനുള്ള ധൈര്യമേ കിട്ടാറില്ല. അതെന്താണെന്നറിയോ? നിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ എല്ലാം ഞാൻ മറന്നുപോകും. നിന്റെ കണ്ണിനെ പിടിച്ചു വലിക്കുന്ന രീതിയിൽ എന്തോ ഒരു ശക്തിയുണ്ട്, അതറിയോ? ഇപ്പൊ നീ കണ്ണുടച്ച് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കല്ലേ, അതുകൊണ്ടാ ഇത്ര ധൈര്യം. ഇപ്പൊ ചിലപ്പോ ഞാൻ നിന്നെ ഏടി പോടിന്നൊക്കെ വിളിച്ചെന്ന് വരും. അല്ല, നീ എന്താ എനിക്ക് ഇത്രയും സ്പെഷ്യലായി പോയത്? ഞാൻ നിന്നോട് എൻ്റെ പ്രണയം മുഴുവൻ പറഞ്ഞിട്ടും ഇത്രയും ദിവസമായിട്ടും നീ എന്നോട് നിന്റെ പ്രണയം ഒന്ന് തിരിച്ച് പറഞ്ഞിട്ടേ ഇല്ലെന്നുള്ളതാ. ഞാൻ മാത്രം എപ്പോഴും കുറേ സംസാരിച്ചുകൊണ്ടിരിക്കും, നീയാണെങ്കിൽ ഒരു പിടിയും തരാറില്ല. പക്ഷേ നിന്റെ മനസ്സിലെപ്പോഴും ഞാൻ എന്തായാലും ഉണ്ട്, അതെനിക്കറിയാം. ഞാൻ കാത്തിരിക്കാം, അതിന് എത്ര വർഷമായാലും. എന്താണെന്നറിയോ? കാത്തിരിപ്പിന്റെ അവസാനമാണ് പ്രണയത്തിന്റെ വില അറിയാൻ പറ്റാ. ഒന്ന് മാത്രം പറയാം ശിവാനി, നീ എന്റെ പെണ്ണ. ഇന്ന് മാത്രമല്ല, എന്നും അങ്ങനെയാ. നിന്റെ ഈ ജീവിതത്തില് എന്നെ കൂടെ കൂട്ടുകയല്ലാതെ നിനക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. ശരി, ഞാനിപ്പോ വന്ന കാര്യം ആദ്യം പറഞ്ഞു തീർക്കട്ടെ. നീ മുത്താണ്, ഈ പ്രാവ് മുത്താണ്. രണ്ടു മുത്തുകളും ഒരുമിച്ചിരിക്കട്ടെ എന്ന് മോഹിച്ചു കൊണ്ടുവന്നത് അതെന്താണെന്ന് അറിയില്ല ശിവാനി. അതിന്റെ കാരണം എനിക്കറിയില്ല. നിന്നോട് എനിക്കുള്ള സ്നേഹം ഓരോ ദിവസവും ഇങ്ങനെ കൂടി വരുന്നു എന്നല്ലാതെ കുറയുന്നതേയില്ല. അതിന്റെ യാതൊരു ലക്ഷണവുമില്ല. തൽക്കാലം ഇപ്പോ എൻ്റെ ഗിഫ്റ്റ് ഒന്ന് സ്വീകരിക്കുന്നേ. തൽക്കാലം ഇപ്പോഴത്തേക്ക് ഈ സർപ്രൈസ് ഗിഫ്റ്റ് നീ പിടിക്കേ. ഇനി ഒരിക്കലും ഈ വീഡിയോ സർപ്രൈസ് ആയിട്ട് കാണിക്കും. ഇപ്പോഴത്തേക്ക് എന്തായാലും ഈ ഗിഫ്റ്റ് ആര് കൊണ്ടുവച്ചെന്ന് പിടി കിട്ടാതെ നീ നടക്കണം. ഓക്കെ അല്ലേ? നീ എങ്ങനെ ഇവിടെ എത്തിയത്? ഇതിനെ ആരെവിടെ കൊണ്ടുവച്ചേ? എന്തോ ഒരു കുറിപ്പുണ്ടല്ലോ.
എന്റെ മാത്രം പ്രണയത്തിന്. എനിക്ക് പ്രാവിനെ വളരെ ഇഷ്ടമായി എന്നുള്ള കാര്യം ത്രിവിക്രമനല്ലാതെ മറ്റാർക്കും അറിയില്ല. അപ്പോ അവൻ തന്നെയാണോ ഇതിനിവിടെ കൊണ്ടുവച്ചിട്ട് പോയത്? നീലി, നീലി, ഒന്ന് പെട്ടെന്ന് ഇങ്ങ് വാ. എന്തു പറ്റി ശിവൻ? ഇതെന്താ പ്രാവോ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഇത് വേറൊരു പ്രാവല്ല നീലി. ഞാൻ ഇന്നലെ അമ്പലത്തിനടുത്ത് ധ്യാനിച്ചോണ്ടിരുന്നപ്പോ ഇതിനെ കണ്ട് എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടായി. ആ സമയത്ത് തന്നെ ത്രിവിക്രമ അവിടെ വന്നത്. ഇതിനെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടായി എന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഈ പ്രാവിനെ പിടിക്കാൻ അവൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. ഇപ്പൊ നോക്കുമ്പോ രാത്രിക്ക് രാത്രി വന്ന് ഇതിനെ എനിക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ട് പോയിരിക്ക. അങ്ങനെയോ? അതെ നീലി, എന്റെ ആദിശേഷന് ഇതുപോലെ തന്നെ. ഞാൻ എന്ത് തന്നെ ആഗ്രഹിച്ചാലും എന്ത് ചെയ്തിട്ടാണെങ്കിലും അതെനിക്ക് വേണ്ടി കൊണ്ടുതരുമായിരുന്നു. അത് മാത്രമല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും അതെനിക്ക് കൊണ്ടുതരിക. എന്നുവെച്ചാ ഈ പ്രാവിനെ സമ്മാനമായി തന്നപ്പോ നിനക്ക് ത്രിവിക്രമനോടൊരു വിശ്വാസം വന്നില്ലേ? അവനാണ് ആദിശേഷൻ എന്നുള്ളതിനും അവനോട് നിനക്ക് സ്നേഹം തോന്നാനും ഇനി ഇതിലും വലിയ കാരണം വേണോ? ശിവാനി, ഈ ഒരു അവസരത്തിൽ നീ ത്രിവിക്രമനോട് പോയി സംസാരിച്ചാൽ, അതും അവന്റെ കണ്ണിൽ നോക്കി സംസാരിച്ചാൽ എല്ലാം ശരിയാവും. അവനാണ് ആദിശേഷൻ എന്നുള്ളത് നിനക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്താ മോനെ രാവിലെ കണ്ണൊക്കെ തിരുമ്മി വരുന്നേ? ഒന്നുമില്ലെങ്കിലേ എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. എന്താടാ ഇത്? നിന്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നല്ലോ, എന്താ പറ്റിയത്? അത് ഇന്നലെ കണ്ണിലെന്തോ പോയമ്മ, അതിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക. ശ്രദ്ധിക്കണ്ടേ മോനെ ഇതൊക്കെ? നിക്ക്, അകത്ത് ഐ ഡ്രോപ്സ് ഉണ്ടാവും, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ചേച്ചി, എന്റെ മോനെ ചേച്ചി ഇങ്ങനെ ചികിത്സിക്കാൻ നിൽക്കണ്ട, വെറുതെ ഇരിക്കും. മോനെ, നീ ഇപ്പൊ തന്നെ ഡോക്ടറെ പോയി കാണിച്ച് ഇതെന്താ പറ്റുമെന്ന് ചോദിക്കും. എന്റെ മോനെ പെണ്ണ് കാണാനൊക്കെ പോകാനുള്ളതാ, അതിനിടയിൽ ഇങ്ങനെയുള്ള പൊല്ലാപ്പുകളൊക്കെ നീ ചെല്ലേ. ശരിയാ മോനെ, ഇപ്പൊ തന്നെ നീ പോയി കാണിച്ചിട്ട് വാ. അപ്പോ ഓക്കെ റിലാക്സ് റിലാക്സ്. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വരാം. ഓക്കെ, ഒന്ന് വേഗം പോയിട്ട് വാ. പോവാമ്മേ, ഞാൻ പോയിക്കോളാം. ഓക്കെ, ചെല്ലേ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്ഥലം ഒന്ന് ഡെവലപ്പ് ചെയ്യണം നന്ദിച്ച. എന്തൊരു സ്പേസ് ആയത്. എന്തായാലും കൊച്ചുമുതലാളി ആ പ്രോജക്റ്റ് നോക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒപ്പം ഈ പ്രോജക്റ്റ് കൂടെ ഏൽപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും പേടി മാറിയിട്ടില്ല നന്ദിച്ച. ഇത്രയും വർഷങ്ങൾ ഞാനെല്ലാം തനിച്ചല്ലേ ചെയ്തത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും എല്ലാം തനിച്ച് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. നന്ദിച്ച, ഞാൻ മൊബൈൽ എന്റെ കാറിൽ വെച്ച് മറന്നുപോയി. ഞാൻ എടുത്തിട്ട് വരാം. താങ്ക് യു. ഹലോ ഹലോ, നന്ദീശൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നേ. ആ പറയൂ. സാംബശിവൻ സാറിന് ബോധം വന്നിട്ടുണ്ട്. കണ്ണു തുറന്ന് എന്തൊക്കെയോ സംസാരിച്ചു, പക്ഷെ എന്താണ് പറഞ്ഞതെന്ന് മാത്രം മനസ്സിലായില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? വീണ്ടും പഴയതുപോലെയായി. എത്ര വിളിച്ചിട്ടും പിന്നെ എണീറ്റിട്ടില്ല. അങ്ങനെയാണോ? അവരിന്ന് റിയാക്ട് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ശരിയാവുമായിരിക്കും. ശരി, താങ്ക് യു. ഓക്കെ. മുതലാളി, ആശുപത്രിയിൽ നിന്നൊരു ഫോൺ ഉണ്ടായിരുന്നു. സാംബശിവന് ബോധം തെളിഞ്ഞു. ഗുഡ്, നല്ല വാർത്ത. അല്ല നന്ദീശ, നിന്റെ നമ്പർ എങ്ങനെ ആശുപത്രിക്കാർക്ക്? അത് ഞാൻ തന്നെയായിരുന്നു കൊടുത്തത്. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാൻ വേണ്ടി. നീ സൂക്ഷിക്കണം. അത് കുഴപ്പമില്ല.
എന്നെക്കുറിച്ച് അവിടെ ആർക്കും അങ്ങനെ അറിയില്ല. ഗുഡ്. സാംബശിവന് ബോധം വന്ന സ്ഥിതിക്ക് അവനെ കൊല്ലാൻ ശ്രമിച്ച ആ പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം അവനോട് ചോദിച്ചറിയാം. അമ്മേ. ഓ ശിവാനി. ഹായ് അമ്മേ. എപ്പോഴാ മോളെ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. വാ ഇരിക്ക്. എന്തൊക്കെയുണ്ട്? എനിക്ക് സുഖം. മോക്ക് എങ്ങനെയുണ്ട്? ആ സുഖമായിട്ടിരിക്കുന്നു. ത്രിവിക്രം എവിടെയാ? അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. അവൻ കുറച്ചു മുമ്പ് പുറത്തേക്ക് പോയല്ലോ. അവന്റെ കണ്ണെന്തോ ചുമന്നിരിക്കുന്നു. നല്ല ചൊറിച്ചിലും ഉണ്ട്. അതുകൊണ്ട് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ. ഓ ആണോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നോ നോ നോ, ഒരു കുഴപ്പമില്ല. എന്താന്ന് വെച്ചാലേ അവന് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുക. ആ നേരത്തെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ. ശരി അമ്മ, എന്നാ ഞാൻ പോയിട്ട് വരാം. ഇരിക്കും മോളെ, കോഫി കുടിച്ചിട്ട് പോവാം. വേണ്ടമ്മേ, കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാം. നീ വരുന്നത് തന്നെ വല്ലപ്പോഴും അല്ലേ, ഞാൻ കോഫി കൊണ്ടുവരാം, കുടിച്ചിട്ട് പോയാൽ മതി. ചേച്ചി ചെല്ലേ, പോയി എടുത്തിട്ട് വാ. ഇരിക്ക്. പിന്നെ ശിവാനി മോളെ, എസ്റ്റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ബിസിനസ് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ്. ആ ചേച്ചി, പിന്നില്ലേ ഈ ശിവാനി ത്രിവിക്രമനെ അന്വേഷിച്ചാണ് ഇവിടെ വരെ വന്നതെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? അല്ല ചേച്ചി, നമ്മൾ എന്തായാലും അവന് പെണ്ണന്വേഷിച്ചോണ്ടിരിക്കുകയല്ലേ. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന വള്ളി ഇങ്ങോട്ട് വന്ന് ചുറ്റിയതായിരിക്കോ? ഇവളെന്തായാലും നല്ലൊരു കുട്ടിയല്ലേ, ആലോചിച്ച് നോക്ക്. അല്ലേ അല്ലേ? കാണാനും കൊള്ളാം, വെൽ സെറ്റിൽഡ്, നല്ല കുടുംബവും അല്ലേ ചി? ഇതിലും നല്ലൊരു കുട്ടിയെ വേറെ കിട്ടുമോ? നീ പറയുന്നതൊക്കെ ശരി തന്നെയാ. നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടിയെ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അവളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ. നമുക്ക് നോക്കാം. അവന്റെ തലയിൽ വരച്ചത് ഇതാണെന്നുണ്ടെങ്കിൽ നടക്കും. കുടിക്കുമോളെ. താങ്ക് യു. കോഫി നന്നായിട്ടുണ്ടമ്മേ. ആണോ? അമ്മ, ത്രിവിക്രം വന്നാ ഞാൻ വന്നിരുന്നൊന്ന് പറയണേ. ശരി എന്നാ അമ്മേ, ഞാൻ പോയിട്ട് വരാം. ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ ഇങ്ങോട്ടൊക്കെ വരണം കേട്ടോ. ശരി അമ്മ, ബൈ ബൈ. ചേച്ചി, ഞാൻ ദേ ഉറപ്പിച്ചു പറയുന്നു, ഈ കുട്ടി നമ്മുടെ ത്രിവിക്രമന് നല്ല മാച്ച് ആയിരിക്കും. ഞാനും നീയും ഇതിങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പെങ്കൊച്ച് നല്ലതൊക്കെ ആയിരിക്കാം, പക്ഷേ അവൾക്കും അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടാവണ്ടേ? ജാതകം തമ്മിൽ ചേർച്ച ഉണ്ടാവണ്ടേ? അവളുടെ വീട്ടുകാരുടെ സമ്മതം അറിയണം. ഇതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. നിന്റെ അളിയനാണ് ആദ്യം സമ്മതിക്കേണ്ടത്, അതിനുശേഷം ത്രിവിക്രമനും. ഇങ്ങനെ കുറെ കടമ്പകളൊക്കെ ഉണ്ട്. വെറുതെ സ്വപ്നം കണ്ടോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കൊച്ചുമുതലാളി, ഡോക്ടർ എന്താ പറഞ്ഞേ? ബോസിന്റെ കണ്ണിന് എന്താ പറ്റിയേ? അതൊന്നുമില്ലടാ, എല്ലാം നോർമലാന്നാ പറഞ്ഞ. എന്തോ അലർജി മറ്റും ഉണ്ടായാന്ന്. ചിലപ്പോ കണ്ണിന്റെ പവറിന് ചെറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടാവത്രേ. അത്രേ ഉള്ളൂ. അതിനാണ് ഈ ടാബ്ലറ്റ്സും ഡ്രോപ്സും എല്ലാം തന്നുവിട്ടിരിക്കുന്നത്. സീരിയസ്ലി എനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. ശരിയാവണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് പോലെ നമ്മൾ ചെയ്യണ്ടേ? അത് അത്യാവശ്യം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ശരി തന്നെയാ. എടാ, ഇത്രയൊക്കെ മരുന്ന് കഴിച്ചാ വേറെന്തെങ്കിലും അസുഖങ്ങൾ വരും. അതും ശരിയാണ്. എന്റെ ഈ അസുഖം എന്താന്ന് ഡോക്ടർക്ക് പോലും മനസ്സിലായിട്ടില്ല തൃശ്ശൂർ. അതുകൊണ്ടാ ചുമ്മാ ഓരോ മരുന്നൊക്കെ എഴുതി നമുക്കിങ്ങനെ തന്നുവിട്ടോണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ നിന്നോട്. ഇന്നു മുതൽ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെക്കണം അത്രേ.
അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ഈ കവറിലുണ്ടെന്നാ പറഞ്ഞ്. വീട്ടിലെത്തിയിട്ട് ആ ലെൻസും അതിന്റെ പവറൊക്കെ എത്രയാന്ന് നോക്കി നീ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തേക്ക്. ശരി കൊച്ചു മുതലാളി, അക്കാര്യം ഞാൻ ചെയ്തോളാം. എന്നാ പിന്നെ ശരി ബോസ്, ഞാൻ ഇറങ്ങിക്കോട്ടെ. ആ തൃശ്ശൂർ, ആ ലെൻസ് ഓർഡർ ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഇല്ല, ഇപ്പൊ തന്നെ ചെയ്തോളാം. എന്റെ മോനെ, ആ ഒരു 5 മിനിറ്റ് നേരത്തെ വരാൻ പാടില്ലായിരുന്നോ? ജസ്റ്റ് മിസ്സായി പോയില്ലേ? എന്ത് മിസ്സായി ഞങ്ങളെ? അല്ല മോനെ, ആ കൊച്ചു നിന്നെ തിരക്കി വന്നിട്ടുണ്ടായിരുന്നു. ഏത് കൊച്ച്? ആ കൊച്ചില്ലേ, നമ്മുടെ എസ്റ്റേറ്റ് വാങ്ങിച്ച ആ കുട്ടി ശിവാനിയെ. ശിവാനി ഇങ്ങോട്ട് വന്നിരുന്നോ? എന്തിനാ? എനിക്കറിയില്ല മോനെ, നീ ഉണ്ടോന്ന് ചോദിച്ചാ വന്നത്. നീ ഡോക്ടറെ അടുത്ത് പോയി കാണുന്ന ഞാൻ പറയുകയും ചെയ്തു. ആ കുട്ടി കോഫി കുടിച്ചിട്ട് പോവുകയും ചെയ്തു. ആണോ? എന്നെ ഒന്ന് ഫോൺ ചെയ്ത് പോലും ഇല്ല. പിന്നെ മോനെ, അവള് ഇങ്ങോട്ട് നടന്നാണ് വന്നെന്ന് തോന്നുന്നു. ഇതുവഴിയാ പോയത്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. വേഗം പോയി കാണാൻ പറ്റും. ഓക്കെ, താങ്ക്സ് അങ്കിളെ. എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ലല്ലല്ലല്ല, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? അല്ല, ആ പെൺകുട്ടി ഇവനെ തെരഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. ഇവനാണെങ്കിൽ അവളെ കാണാൻ വേണ്ടി ഓടുകയും ചെയ്യുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലോ. കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം. ഹായ് ശിവാനി. ഓ ഹായ് ത്രിവിക്രം. ഇതെന്താ ഇവിടെ? വീട്ടിൽ പോയപ്പോ ഇയാൾക്ക് എന്താ സുഖമില്ലാന്ന് പറഞ്ഞു. ഹേയ്, അതൊന്നുമില്ല. കണ്ണിന് ചെറിയൊരു പ്രോബ്ലം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓ സോറി, ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഞാനവിടെ ഉണ്ടായില്ലല്ലോ. ആ മനസ്സിലായി. ഞാൻ വീട്ടിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, താൻ ഈ വഴി എങ്ങോട്ടാ പോകുന്നത്? അത് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോവാ. വരൂ, നമുക്ക് ഒരുമിച്ച് പോവാലോ. ഹേയ്, ഞാൻ വരുന്നൊന്നുമില്ല. അതെന്താ? എനിക്ക് ഈ അമ്പലത്തിൽ പോകുന്നതും അവിടെ വന്ന് തൊഴുന്നതൊന്നും അതിലൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല ശിവാനി. എന്തോ എനിക്കതിലൊന്നും വിശ്വാസമില്ല. എന്ന് വെച്ചാ ദൈവത്തില് വിശ്വാസമില്ലെന്നാണോ ത്രിവിക്രം? ദൈവത്തിൽ വിശ്വാസം ഇല്ലെന്നല്ല. എന്നാ ദൈവവിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാ എനിക്കതില് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഈ ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ത്രിവിക്രം ഇപ്പൊ പറഞ്ഞ കൺഫ്യൂഷൻ എന്നൊരു വാക്കില്ലേ? ഈ പ്രപഞ്ചത്തെ ഒക്കെ പാപത്തിൽ നിന്നും കരകയറ്റാനുള്ള ശക്തിയുള്ളത് ആ ദൈവം ഒരാൾക്ക് മാത്രം. പരമാത്മാവ് എന്നത് ഉള്ള കാര്യം തന്നെയാ ത്രിവിക്രം. അതിനാലാണ് ഈ സർവ്വ പ്രപഞ്ചവും നിലനിൽക്കുന്നത്. അതിലാർക്കും ഒരു സംശയം വേണ്ട. അത് തന്റെ അഭിപ്രായമല്ലേ? ഐ റെസ്പെക്ട് യുവർ ഒപ്പീനിയൻ. പക്ഷെ അതില് എനിക്കത്ര വിശ്വാസം ഇല്ല ശിവാനി. അതെന്താ ദൈവത്തെ കുറിച്ച് ഇത്രയും നെഗറ്റീവായിട്ടുള്ള വിശ്വാസം വെച്ച് നടക്കുന്നത്? ദൈവത്തെ ഒന്ന് വിശ്വസിച്ച് നോക്ക്. അങ്ങനെ ഒരു ചിട്ടയോടെ നടക്ക്. അപ്പൊ ഉണ്ടാവുന്ന മാറ്റം നിനക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ മോഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത് ആ ദൈവ സാന്നിധ്യമാണെന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. ദൈവത്തിൽ വിശ്വസിച്ച് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ അനുഗ്രഹിച്ചിരിക്കും. നോ വേ ശിവാനി, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നേടണം. അതിന് ചിലപ്പോൾ ഒരു ലക്കിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുമായിരിക്കും. എന്നാലേ നമ്മൾ ആഗ്രഹിച്ചൊക്കെ നേടാൻ സാധിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞ ആ ലക്ക് ദൈവമായിക്കൂടുന്നില്ലല്ലോ. ലക്ക് എന്ന വാക്കിന് വേറൊരർത്ഥം കാണണ്ട. വെറുതെ ലക്ക് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ആ ലക്ക് എന്ന് പറയുന്നത് ദൈവം തന്നെയാണെങ്കിലോ? ആയിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ തന്റെ ഒപ്പീനിയൻ. എന്റെ കാര്യത്തില് കുറച്ച് മാറ്റമുണ്ട് ശിവാനി. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തിനാ വെറുതെ ദൈവമില്ല ഭക്തിയില്ല എന്നൊക്കെ ദേഷ്യത്തോടെ എപ്പോഴും വിമർശിച്ചോണ്ടിരിക്കുന്നത്? ദൈവം തന്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചോ. അത് തനിക്ക് നല്ലതേ ചെയ്യൂന്നും വിചാരിക്കും. അപ്പൊ നിനക്ക് തന്നെ മനസ്സിലാകും. നോക്കിക്കോ. ഓക്കെ ഓക്കെ, താൻ പറഞ്ഞതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ബൈ. മഹാമായി, അമ്മ 18 ദിവസത്തെ അവധി പറഞ്ഞില്ലേ? ഇപ്പോഴേ 5-6 ദിവസം കഴിഞ്ഞു പോയി. ഇനിയും ദിഗ്വിജയൻ ഈ വഴി തിരിഞ്ഞു വന്നില്ലല്ലോ. വരും, എന്തായാലും വരും.
എവിടെ പോയാലും എന്തൊക്കെ ചെയ്താലും ഇവിടെ വന്നേ മതിയാവൂ. എന്നാലും ഇതുവരെ വന്നില്ലല്ലോ. ഒരു വിവരം പോലും അറിയുന്നുമില്ല. ശുഭകാര്യങ്ങൾക്ക് തിരക്ക് പിടിക്കേണ്ട ഗരുഡ, അവൻ ഇവിടേക്ക് വന്നേ തീരൂ. നല്ല കാര്യങ്ങൾക്ക് കൈമുതലാകേണ്ടത് എന്താണെന്നറിയുമോ? എന്താണ് മഹാമായെ? ക്ഷമയാണ്. ഈ തിരക്ക് പിടിച്ചോടുന്ന ലോകത്ത് ക്ഷമയാണ് നമുക്ക് വേണ്ടത്. എത്ര തന്നെ വൈകിയാണെങ്കിലും നമുക്ക് വേണ്ടത് തന്നെ ഉറപ്പായും സംഭവിക്കും ഗരുഡ. അതിനിടയിൽ നമ്മൾ തിരക്കിട്ട് തീരുമാനങ്ങൾ എടുത്താൽ അപകടം നമ്മൾ തന്നെ നേരിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ദിഗ്വിജയൻ വരുമെന്നാണോ പറയുന്നത്? അതെ, അവൻ വന്നേ മതിയാവൂ. പക്ഷേ ത്രിവിക്രമൻ അമ്മ കൊടുത്ത ചൂർണം കഴിച്ച് അവൻ പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ടാവുമോ? മാറിയല്ലേ പറ്റൂ. നാളെ രാവിലെ ഒരു പക്ഷേ ആ സൂര്യൻ പടിഞ്ഞാറുദിച്ചെന്ന് വരാം. പക്ഷേ ഞാൻ കൊടുത്തയച്ച ആ ചൂർണം ത്രിവിക്രമൻ സേവിക്കാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല.